السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. ദർസുൽ ഖുർആനിൻ്റെ പ്രതിവാര ക്ലാസ്സിൽ 224 ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. സൂറത്തു നാസ് മുതൽ ആരംഭിച്ചിട്ടുള്ള ദർസുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ 64 അധ്യായം സൂറത്തു തഗാബുനിലെ 15 മുതൽ 18 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. കഴിഞ്ഞ 4 ക്ലാസുകളിൽ പ്രസ്തുത അധ്യായത്തിലെ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിലെ അവസാനത്തെ വചനങ്ങളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മനുഷ്യ സൃഷ്ടാവ് അവതരിപ്പിച്ചു തന്ന വേദഗ്രന്ഥം എന്നുള്ള നിലക്ക് ഖുർആൻ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അതിൻ്റെ അനുയായികൾക്ക് ഏറെ ബാധ്യതയുണ്ട് എന്ന ഗൗരവതരമായ കർത്തവ്യം നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന ആയത്തുകളും മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിൽ അവൻ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വചനങ്ങളാണ്. കഴിഞ്ഞ ആയത്തുകളിലും നമ്മുടെ ജീവിതത്തെ പല സന്ദർഭങ്ങളിലും അതിന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ചില കാരണങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. അതിന്റെ തുടർച്ചയെന്നോണം ചില കാര്യങ്ങൾ കൂടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ أموالكم وأولادكم فتنة والله عنده أجر عظيم. ഇതാണ് ഈ അധ്യായത്തിലെ 15ാമത്തെ വചനം. ഈ ആയത്തിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം ഇന്നമാ അംവാലുക്കും. ഇന്നമാ എന്നുള്ള പ്രയോഗം പിന്നീട് വരുന്ന കാര്യത്തെ അതിൽ പരിമിതപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അംവാലുക്കും ഇന്നമ എന്ന് പറഞ്ഞാൽ തീർച്ചയായും ആ ശേഷം പറയാൻ പോകുന്ന കാര്യം അംവാലുക്കും നിങ്ങളുടെ സമ്പത്ത്, വ ഔലാദുക്കും നിങ്ങളുടെ സന്താനങ്ങൾ, ഫിത്ന അതൊരു പരീക്ഷണം മാത്രമാകുന്നു എന്ന്. അപ്പൊ അത് മാത്രമാണ് ആ 2 അനുഗ്രഹങ്ങളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് മനുഷ്യനെ തെര്യപ്പെടുത്തുകയാണ്. അതിനുശേഷം പറയുന്നത് വല്ലാഹു ഇൻദഹു, പടച്ചവൻ അവന്റെ അടുക്കലാണ് അജ്റുൻ അലീം, മഹത്തായ പ്രതിഫലമുള്ളത്. അപ്പൊ അത് പറയുമ്പോൾ തന്നെ ഈ 2 നേരത്തെ പറഞ്ഞ മനുഷ്യന്റെ സമ്പത്തും അവന്റെ സന്താനങ്ങളും എന്ന മഹത്തായ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതും എപ്പോഴാണ്
അത് പരീക്ഷണമാകുന്നത് എന്നൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രയോഗമാണ്. അവ രണ്ടും പരീക്ഷണം മാത്രമാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വലിയ തത്വമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വിഷയം തന്നെയാണിത്. നമുക്കറിയാം, ഐഹികവും പാരത്രികവുമായി മനുഷ്യർക്ക് അവന്റെ സ്വത്തുക്കളും അവന്റെ സന്താനങ്ങളും വലിയ അനുഗ്രഹം തന്നെയാണ് ഈ രണ്ട് ജീവിതത്തെയും ആപേക്ഷികമായി നോക്കുമ്പോൾ. മനുഷ്യന്റെ ഇഹലോകത്തിനും പരലോകത്തിനും അതിന്റെ നന്മക്കും ചിലപ്പോൾ അവയുടെ തിന്മക്കും കാരണമായേക്കുന്ന രണ്ട് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവ രണ്ടും കൃത്യമായ പടച്ചവൻ പറഞ്ഞതുപോലെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അവ അതിൻ്റെ ആളുകൾക്ക് അനുഗ്രഹമാകും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ആണ് ആ സന്താനങ്ങളെയും തന്റെ സമ്പത്തുമൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് എങ്കിൽ അതവന് ഇഹലോകത്തും പരലോകത്തും പരാജയമാണ് സമ്മാനിക്കുക എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ പ്രതിഫലം ലക്ഷ്യമാക്കി ഒരാൾ അയാളുടെ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ അല്ലെങ്കിൽ അവന്റെ സന്താനങ്ങളെ ഉപയോഗപ്പെടുത്തുമ്പോൾ അവൻ ഭാഗ്യവാനും വിജയിയുമാകുന്നു എന്നതാണ്. അപ്പൊ ഇതൊരു പരീക്ഷണമാകുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പരീക്ഷണത്തിന് വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് മക്കളുണ്ടാകും, സമ്പത്തുണ്ടാകും. വേറെ ചില ആളുകൾക്ക് ഒരുപക്ഷെ മക്കളുണ്ടാകും, സമ്പത്തുണ്ടാവുകയില്ല. എന്നാൽ മൂന്നാമത് ചില ആളുകൾക്ക് അവർക്ക് സമ്പത്തുണ്ടാകും, മക്കളുണ്ടാവുകയില്ല. ചില ആളുകൾക്ക് രണ്ടും കൂടെ അള്ളാഹു നൽകും. ഇതെല്ലാം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ്. അപ്പൊ സമ്പത്ത് മൂലവും അതുപോലെ തന്നെ സന്താനങ്ങൾ മുഖേനയും ലഭിച്ചേക്കാവുന്ന എല്ലാ ഐഹിക താല്പര്യങ്ങളെയും വർജിക്കണമെന്ന് ഈ പറഞ്ഞതിന് അർത്ഥമൊന്നുമില്ല. കാരണം ഇത് അള്ളാഹു മനുഷ്യർക്ക് അനുഭവിക്കാൻ വേണ്ടി നൽകിയ അനുഗ്രഹങ്ങളാണ് ഈ ലോകത്ത്. അതുകൊണ്ട് തന്നെ അവന്റെ സമ്പത്ത് അതൊന്നും തന്റെ ഭൗതികമായ സൗകര്യങ്ങൾക്ക് ഗുണത്തിന് ഉപയോഗപ്പെടുത്താതെ മുഴുവനായി ദൈവിക മാർഗത്തിൽ ചെലവഴിക്കണം എന്നൊന്നും ഇതിനർത്ഥമില്ല. മറിച്ച് അവന് ചില ബാധ്യതകളും കടപ്പാടുകളും ഉണ്ട്. അവന്റെ മക്കളെ അവൻ നല്ല രൂപത്തിൽ വളർത്തേണ്ടതുണ്ട്. ആ മക്കൾ തനിക്ക് കൺകുളിർമയാകുന്ന രീതിയിൽ അവർ മാറേണ്ടതുണ്ട്. ഇതൊക്കെയും ആ പരീക്ഷണത്തിൽ വിജയം വരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹങ്ങൾ മൂലം ഇഹലോകത്ത് നിർവഹിക്കേണ്ട കടമകളും കടപ്പാടുകളും ആരും വിസ്മരിക്കാൻ പാടില്ല. കാരണം ഇതൊരു പരീക്ഷണമാണ്. പലപ്പോഴും മനുഷ്യർ അവന്റെ സമ്പത്തിൽ മതിമറന്ന് തന്റെ ബാധ്യതകൾ വിസ്മരിക്കാറുണ്ട്. തന്റെ അനശ്വരമായ ജീവിതത്തിന്റെ കണക്കുകൂട്ടലുകളെ വിസ്മരിച്ചുകൊണ്ട് അവൻ തന്റെ സന്താനങ്ങളെയും സമ്പത്തിനെയും ഭൗതിക ലക്ഷ്യങ്ങൾക്ക് മാത്രമായി അവൻ ഉപയോഗപ്പെടുത്താറുണ്ട്. അങ്ങനെയുള്ളവരോട് പടച്ചവൻ പറഞ്ഞ ഒരു കാര്യം, വലാ തൻസ നസീബക മിന ദുനിയ, ഈ ദുന്യാവില് നിനക്ക് ചില കർത്തവ്യങ്ങളുണ്ട്, അത് നീ വിസ്മരിക്കാൻ പാടില്ല. ഖാറൂൻ മുതലാളിയുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച അയാൾക്ക് ഒരുപാട് സമ്പത്ത് നൽകി അള്ളാഹു, പരീക്ഷണ വിധേയനാക്കി അയാളെ. നേരത്തെ പരമദരിദ്രനായിരുന്ന അയാൾക്ക് ഒരുപാട് സമ്പത്ത് നൽകി, വലിയ ധനത്തിന്റെ ഉടമയായി അയാൾ മാറി. പക്ഷേ ആ അനുഗ്രഹങ്ങൾ നൽകിയ അള്ളാഹുവിന്റെ കൽപ്പനകൾ വിസ്മരിച്ച് സമ്പത്ത് താൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, തന്റെ കഴിവുകൊണ്ട് തനിക്ക് ലഭിച്ചതാണ് എന്നൊക്കെ അദ്ദേഹത്തെ ഉപദേശിച്ച ആളുകളോട് വരെ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഖാറൂൻ, നീ മതിമറന്ന് ജീവിക്കരുത്, നീ നിന്റെ കടമകളും കടപ്പാടുകളും വിസ്മരിക്കാൻ പാടില്ല. വലാ തൻസ നസീബക മിന ദുനിയ, ദുനിയാവിലെ നിനക്ക്
ചില ബാധ്യതകളും കടമകളും കടപ്പാടുകളുമുണ്ട്, അത് വിസ്മരിക്കാൻ പാടില്ല. അപ്പോഴാണ് അയാൾ പറഞ്ഞത്, ഇതിലൊന്നും ആർക്കും യാതൊരു പങ്കുമില്ല, ഇതൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് എന്ന ധിക്കാരപരമായ ഒരു പ്രതികരണമായിരുന്നു അയാളുടേത്. പിന്നീട് അയാളെ അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്നാണ് ഖുർആൻ പറയുന്ന ആ മനുഷ്യന്റെ ചരിത്രം. ഇവിടെയാണ് നമ്മൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾ, ഇത് ഈ പറഞ്ഞ 2 മാത്രമല്ല, മറ്റു അനുഗ്രഹങ്ങളും അതെല്ലാം ചോദ്യം ചെയ്യപ്പെടും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നീ എങ്ങനെ ഈ ദുനിയാവിൽ പ്രവർത്തിച്ചു എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഖുർആൻ ഒരു സ്ഥലത്ത് ചെറിയൊരു അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, എന്ത് സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അനുഗ്രഹങ്ങളെ കുറിച്ച് പിന്നീട് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അവ എന്തൊക്കെ അനുഗ്രഹങ്ങൾ, അള്ളാഹുവിന്റെ ആ കാരുണ്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടോ അതിനെല്ലാം കൃത്യമായ മറുപടി നമ്മൾ പറയേണ്ടി വരും. അഥവാ അത് എങ്ങനെയാണ് ഇഹലോകത്ത് ഉപയോഗപ്പെടുത്തിയത്, ആ നൽകപ്പെട്ട അനുഗ്രഹത്തിൽ അതിന്റെ അവകാശികൾക്കുള്ള അവരോടുള്ള കടമ്പകളും കടപ്പാടുകളും നിർവഹിച്ചോ, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചോ, ഇതെല്ലാം മനുഷ്യൻ ചോദിക്കപ്പെടും. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന വല്ലാഹു ഇൻദഹു അജ്റുൻ അലീം. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇങ്ങനെ പരീക്ഷണമാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ അത് അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലേണ്ടവരാണ്. അവൻ നിങ്ങളോട് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യും എന്ന് നമ്മൾ ഓർമ്മിക്കുമ്പോൾ അവന്റെ അടുക്കലാണ് ഏറ്റവും മഹത്തായ പ്രതിഫലം എന്ന് അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തരുമ്പം ഇതെന്നും ഇവിടെ നിന്ന് നമ്മുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാം. ഈ ലോകത്ത് നമ്മൾ നാളെ ഉണ്ടായിരിക്കണമെന്നില്ല. അതുകൊണ്ട് എന്നേക്കും ജീവിക്കുന്ന അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഞാൻ മടങ്ങിപ്പോകുമ്പോൾ അവിടെ എനിക്ക് മഹത്തായ പ്രതിഫലം ലഭ്യമാകണം എന്ന ഉദ്ദേശത്തോടു കൂടി ഈ അനുഗ്രഹങ്ങളെ അവൻ ചെലവഴിക്കണം, അവൻ ഉപയോഗപ്പെടുത്തണം എന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി അടുത്ത ആയത്ത്, ഫത്തഖുല്ലാഹ മസ്തതഅതും വസ്മഉ വഅതിഉ വഅൻഫിഖു ഖൈറൻ ലിഅൻഫുസികും വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഇതാണ് 2ാമത്തെ ആയത്ത്. ഇതിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം എന്താ അറിയോ? ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾ കഴിയുന്നത്ര അള്ളാഹുവിനെ സൂക്ഷിക്കുക. വസ്മഉ വഅതിഉ, നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. വഅൻഫിഖു ഖൈറൻ ലിഅൻഫുസികും, നിങ്ങളുടെ സ്വന്തത്തിന് ഗുണകരമായിട്ടുള്ളതിനു വേണ്ടി നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ആയത്തിലെ 1ാമത്തെ കാര്യം. 2ാമത് അതിനുശേഷം അള്ളാഹു പറയുന്നു, വമൻ യൂഖ ശുഹ നഫ്സിഹി, തന്റെ മനസ്സിന്റെ പിശുക്കിനെ ആർ സൂക്ഷിക്കുന്നുവോ ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് ശരിയായ വിജയികൾ എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ധനമുഖേനയും മക്കൾ മുഖേനയും അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. ആ പരീക്ഷണങ്ങളിൽ നമ്മൾ വിജയിക്കണമല്ലോ. വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള 4 കാര്യങ്ങളാണ് അള്ളാഹു ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. അതിൽ 1ാമതായി നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ നിങ്ങളുടെ കഴിവിൻ സാധ്യമാകുന്നത്ര നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾ സാധ്യമാകുന്നത്ര അവന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2ാമതായി അള്ളാഹു പറയുന്നത് വസ്മഉ, അവന്റെ വിധിവിലക്കുകൾ, അവന്റെ കാര്യങ്ങളെ നിങ്ങൾ കേൾക്കുകയും ചെയ്യുക. നിങ്ങൾ കേൾക്കുക എന്ന് മാത്രമല്ല, 3ാമത്തേത് വഅതിഉ, അവന്റെ കൽപ്പനകളെ നിങ്ങൾ അനുസരിക്കുക. വഅൻഫിഖു ഖൈറൻ ലിഅൻഫുസികും, നിങ്ങളുടെ സ്വന്തത്തിനു ഗുണകരമാകുന്ന എന്ന് പറഞ്ഞാൽ ഇഹലോകത്തും നാളെ പരലോകത്തും നിങ്ങളുടെ സ്വന്തത്തിനു ഗുണകരമാകുന്ന നേട്ടമാകുന്ന രീതിയിൽ നിങ്ങളുടെ സമ്പത്തിന് നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുക എന്ന കൃത്യമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം, പല ആളുകൾക്കും ഒരുപക്ഷെ സമ്പത്തുണ്ടാകും, അല്ലെങ്കിൽ സന്താനങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇതൊക്കെയും അതിനോടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കാതെ തന്റെ ഇഹലോകത്തെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം അതിന് ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട്. പക്ഷെ ഇത് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണെന്നും എപ്പോഴും അവൻ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ടെന്നും നാളെ മടങ്ങിച്ചെന്നാൽ ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് എന്നോട് ചോദിക്കുമെന്നും
നമുക്ക് ഓർമ്മയുണ്ടാകണമെങ്കിൽ, ആ ഓർമ്മ വന്ന് നമ്മൾ പറയപ്പെട്ടതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണമെങ്കിൽ എന്തു വേണമെന്നറിയോ? നമുക്ക് അള്ളാഹുവിനെ കുറിച്ചൊരു ഭയഭക്തി ഉണ്ടാവണം. അവന്റെ വിധിവിലക്കുകൾ, അവനിലേക്ക് ഞാൻ മടങ്ങിപ്പോകേണ്ടവനാണ് എന്ന ധാരണയും എന്ന വിശ്വാസവും ഉണ്ടാകേണ്ടതുണ്ട്. മാത്രമല്ല, അവൻ എന്നോട് ചില കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്, ആ കൽപ്പനകൾ ഞാൻ നിർവഹിക്കേണ്ടതുണ്ട് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ ചെലവഴിക്കുമ്പോൾ നിങ്ങളുടെ ഇരു ലോകത്തേക്കും നിങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ നിങ്ങൾ ചെലവഴിക്കണം. എല്ലാം ദുന്യാവിനു വേണ്ടി ചെലവഴിക്കണമെന്നോ എല്ലാം പരലോകത്തിനു വേണ്ടി ചെലവഴിക്കണം എന്നോ അല്ല, മറിച്ച് നിങ്ങളുടെ ഇരു ലോകത്തും നിങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ നിങ്ങൾ ചെലവഴിക്കണം എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പൊ നമുക്കറിയാം, ഈ പറയപ്പെട്ട നന്മയിൽ നിന്ന് പലപ്പോഴും മനുഷ്യനെ തടയുന്നത് അവന്റെ മനസ്സിന്റെ അടിത്തട്ടിലുണ്ടാകുന്ന പിശുക്ക് എന്ന് പറയുന്ന ഒരു ദുർഗുണമാണ്. ഒരു പൈശാചികമായ സ്വഭാവം അല്ലെങ്കിൽ ഒരു ദുർഗുണം അവന്റെ മനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവനെ നല്ല കാര്യങ്ങളിൽ അഥവാ നാളേക്ക് വേണ്ടി തനിക്ക് വേണ്ടി ചെലവഴിക്കുന്ന കാര്യത്തിൽ അവന് താല്പര്യം കാണില്ല. കാരണം എന്താ? അവന്റെ മനസ്സ് അവനോട് ഇങ്ങനെ ദുർബോധനം നടത്തും. അതൊന്നും ഇപ്പൊ ചെലവഴിക്കേണ്ട, അങ്ങനെ ചെലവഴിച്ചു കഴിഞ്ഞാൽ നിന്റെ സമ്പത്ത് നിനക്ക് പിന്നെ ഉണ്ടാവുകയില്ല എന്നൊക്കെ ആയിരിക്കും ആ പിശാച്ച് അവനോട് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ അവന്റെ ആ പിശുക്ക് എന്ന ദുർഗുണം അവനെ അതിനായിരിക്കും പ്രചോദനവും പ്രേരിപ്പിക്കുകയും ചെയ്യുക. അതുകൊണ്ട് പടച്ചവും പറയട്ടോ, ആ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ ദുർഗുണത്തെ നിങ്ങൾ മാറ്റണം. ഒമൻ യൂഖ ശുഹ നഫ്സിഹി, ഏതൊരുവൻ അവന്റെ ആ പിശുക്കിനെ അതിനെ അവൻ സൂക്ഷിക്കുന്നുവോ എന്ന് പറഞ്ഞാൽ എന്താ? അത് തന്റെ മനസ്സിൽ നിന്ന് ആരാണ് മാറ്റി കളഞ്ഞ് അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ തനിക്ക് വേണ്ടി ഇരുലോകത്തും ഗുണകരമായ രൂപത്തിൽ ചെലവഴിക്കുന്നതെങ്കിൽ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് ശരിയായ വിജയികൾ എന്ന് അള്ളാഹു നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഈ ആയത്തിന്റെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞല്ലോ, ഫത്തഖുല്ലാഹ മസ്തതാത്തും, നിങ്ങൾ കഴിയുന്നത്ര അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഈ കഴിയുന്നത്ര അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിക്കാനും അനുസരിക്കാനും അതൊക്കെ ചെയ്യാൻ കഴിയുന്ന ആ കാര്യം അതിലെല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല, പിന്നെ എല്ലാം ഒരാൾക്ക് സാധിക്കണമെന്നുമില്ല. അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര ഒരാൾക്ക് നിസ്കരിക്കാൻ പറഞ്ഞു, ആ നിസ്കാരം നിന്നുകൊണ്ട് തന്നെ നിർവഹിക്കണം, കഴിവുള്ളവർ. അപ്പൊ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന നമസ്കാരം അയാൾ നിന്നുകൊണ്ട് തന്നെ ചെയ്യണം. എന്നാൽ എല്ലാവർക്കും അത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇരുന്നു കൊണ്ടാണെങ്കിൽ ഇരുന്നു കൊണ്ട്. അപ്പൊ എങ്ങനെയാണോ നിങ്ങൾക്ക് സാധിക്കുന്നത് അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അതാണ് ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾ സാധിക്കുന്നത്ര അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. കാരണം എന്താ അറിയോ? അള്ളാഹു ഒരു മനുഷ്യനോടും അവന്റെ കഴിവിൽപ്പെടാത്തത് അവനോട് കൽപ്പിക്കുന്നില്ല. ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ സൂറത്തുൽ ബഖറയുടെ അവസാനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരു നഫ്സിനോടും അവന്റെ കഴിവിൽപ്പെട്ടതല്ലാതെ അള്ളാഹു അവനോട് നിർബന്ധിക്കുന്നില്ല, അവനോട് കൽപ്പിക്കുന്നില്ല എന്ന രൂപത്തിൽ ഒരു പ്രയോഗം അവിടെ മാത്രമല്ല വേറെയും സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. അപ്പൊ അതിനർത്ഥം എന്താ അറിയോ? ഓരോരുത്തരുടെയും ചെയ്യാൻ കഴിയുന്ന അവന്റെ ആരോഗ്യം, അവന്റെ കഴിവ്, അവന്റെ സാമ്പത്തിക ശേഷി എല്ലാം വ്യത്യസ്തമാണ്. അപ്പൊ ഓരോരുത്തരും എല്ലാവരും ഒരുപോലെ സമന്മാരല്ലല്ലോ. അപ്പൊ ചില ആളുകൾക്ക് സമ്പത്ത് ചെലവഴിക്കാൻ കഴിയും, ചില ആളുകൾക്ക് ചെലവഴിക്കാൻ അവന്റെ അടുത്ത് ഉണ്ടാവുകയില്ല, ചിലപ്പോ അയാളുടെ അത്ര ഇവന്റെ അടുത്ത് ഉണ്ടാവുകയില്ല. അപ്പൊ എത്രയാണോ നിങ്ങളുടെ അടുത്തുള്ളത് അതിനനുസരിച്ച് ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾ സാധ്യമാകുന്നത്ര അള്ളാഹുവിനെ സൂക്ഷിക്കുക. എത്രയാണ് നിങ്ങളുടെ ശരീരത്തിലെ ആരോഗ്യം, ആ ആരോഗ്യത്തിന്റെ തോതനുസരിച്ച് നിങ്ങൾ ആരാധനകൾ നിർവഹിക്കുക. അപ്പോ എങ്ങനെയാണ് നിങ്ങൾ കഴിയുന്നതെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ ആ രീതിയിൽ കഴിയുന്നത്ര സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വചനത്തിൽ ഇങ്ങനെ കാണാൻ കഴിയും, ഫൈദാ അമർതുക്കും ബിശൈഇൻ ഫഅതു മിൻഹു മസ്തതഅതും, ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൽപ്പിച്ചാൽ കഴിയുന്നത്ര നിങ്ങളത് ചെയ്യുക. വഇദാ നഹൈതുക്കും അൻ ഷൈഇൻ, എന്നാൽ ഞാനൊരു കാര്യം നിങ്ങളോട് വിരോധിച്ചാൽ ഫദഊഹു, അത് നിങ്ങൾ വർജിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം കൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ സാധ്യമാകുന്നത്ര ചെയ്യുക. കാരണം
ഓരോരുത്തരുടെയും അതിനുള്ള സാധ്യതകൾ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഓരോരുത്തർക്കും സാധിക്കുന്ന രൂപത്തിൽ നിങ്ങളത് ചെയ്യുക എന്ന് പറഞ്ഞല്ലോ. രണ്ടാമത് എന്താ പറഞ്ഞത്? ഞാനൊരു കാര്യം നിങ്ങളോട് വിരോധിച്ചാൽ നിങ്ങൾ അത് വർജിക്കുക. കാരണം അത് വർജിക്കാൻ പിന്നെ പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ട, അതിന് പ്രത്യേകിച്ച് ആരോഗ്യോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. ഇപ്പൊ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞു, അതല്ലെങ്കിൽ ചൂതാട്ടം നടത്തരുത് എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഒഴിവാക്കാൻ പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ട. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ അള്ളാഹു പറയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സുകളിൽ നിന്ന് ഇതിനെല്ലാം വിലങ്ങ് തടിയാകുന്ന ആ പിശുക്ക് എന്ന ദുർഗുണം അത് നിങ്ങൾ മാറ്റുകയും ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ആയിത്തീർന്നാൽ ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് ശരിയായ വിജയികൾ എന്നാണ് പടച്ചവൻ പറയുന്നത്. ഇനി അടുത്ത ആയത്തില് അള്ളാഹു എന്താണ് പറയുന്നത് നോക്കാം. ഇൻ തുഖ്രിദുല്ലാഹ ഖർളൻ ഹസനൻ യുദാഇഫു ലക്കും വയഗ്ഫിർ ലക്കും വല്ലാഹു ശകൂറുൻ ഹലീം. ഇൻ തുഖ്രിദുല്ലാഹ ഖർളൻ ഹസന, നിങ്ങൾ അള്ളാഹുവിന് നല്ല കടം നൽകുന്നു എങ്കിൽ യുദാഇഫുഹു, അതിനെ അവൻ നിങ്ങൾക്ക് ഇരട്ടിയാക്കി തരും. ലക്കും, നിങ്ങൾക്ക് വേണ്ടി. വയഗ്ഫിർ ലക്കും, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു നൽകുകയും ചെയ്യും. വല്ലാഹു ശകൂറുൻ ഹലീം. അപ്പൊ ഈ ആയത്തിൽ പറയുന്നത് എന്താ അറിയോ? നിങ്ങൾ അള്ളാഹുവിന് നല്ലതായ കടം കൊടുക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇത്രയും മനോഹരമായി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മനുഷ്യനെ പ്രചോദിപ്പിക്കുന്ന മറ്റൊരു വചനമില്ല. കാരണം എന്താ? നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കാനല്ല പറഞ്ഞ്, നിങ്ങൾ അള്ളാഹുവിന് നല്ലതായ കടം കൊടുക്കുക എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്താ? സൽക്കാര്യങ്ങളിൽ നിങ്ങളുടെ ധനം ചെലവഴിക്കുവാൻ സത്യവിശ്വാസികളെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ മനോഹരമായ ഒരു രീതിയിലാണ് അള്ളാഹു ഈ പ്രയോഗം നടത്തിയിരിക്കുന്നത്. ആരുണ്ട് മയ്യുക്രിദുല്ലാഹ, അല്ലെങ്കിൽ അങ്ങനെ അള്ളാഹു വേറെ സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട് ഖുർആനിൽ തന്നെ. അപ്പൊ അങ്ങനെ ആരുണ്ട് അള്ളാഹുവിന് നല്ലതായ കടം കൊടുക്കുവാൻ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അപ്പോ നിങ്ങൾ കൊടുക്കുന്നത് വെറുതെ അല്ല, പക്ഷെ നിങ്ങൾ കൊടുക്കുന്നത് കടമായിട്ടാണ്. പക്ഷെ ആ കടം നല്ല ഒരു കടമായിരിക്കണം. അതുകൊണ്ട് അത് തക്ക സമയത്ത് തിരിച്ചു കിട്ടുമെന്ന് മാത്രമല്ല, മറ്റൊരാളിൽ നിന്ന് ലഭിക്കാത്ത തോതിൽ നിങ്ങൾക്ക് വൻ വർധനവോടുകൂടി തന്നെ അതിന് അള്ളാഹു നിങ്ങൾക്ക് തിരിച്ചു തരും. ഇത് അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനമാണ്. അപ്പൊ നമ്മൾ ചോദിക്കോ ചിലപ്പോൾ സംശയം, അള്ളാഹുവിന് കടം കൊടുക്കുകയെ. അപ്പൊ ഇവിടെ അള്ളാഹുവിന് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല കടം എന്ന് പറഞ്ഞാൽ നല്ല ആത്മാർത്ഥമായി നിങ്ങൾ ചെലവഴിക്കുന്നു എങ്കിൽ എന്നർത്ഥം. നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങളത് അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്ന ഒരു കടമാണ്. നിങ്ങളൊരു റിയാൽ അല്ലെങ്കിൽ ഒരു രൂപ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല മനസ്സോടെ ചെലവഴിച്ചാൽ നിങ്ങൾ അള്ളാഹു പറഞ്ഞൊരു കാര്യം ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് കടം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ കടം കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ ആ കടം പിന്നീട് ആ അവധി എത്തിയാൽ അള്ളാഹു നിങ്ങൾക്ക് തിരിച്ചു തരും. ഇരട്ടിയായി എന്ന് മാത്രമല്ല, അതിന് എത്രയോ ഇരട്ടിയായി അള്ളാഹു നിങ്ങൾക്ക് തിരിച്ചു തരും എന്നുള്ളതാണ്. അപ്പം വിശ്വാസത്തോടും സതുദ്ദേശത്തോടും കൂടി അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ നൽകുന്ന നല്ലതായ ഏതൊരു കടവും അള്ളാഹു സന്തോഷത്തോടെ സ്വീകരിക്കും എന്നതാണ്. എന്നിട്ടോ നിങ്ങൾ അവന്റെ അടുക്ക ചെല്ലുമ്പോൾ അവൻ അത് എത്രയോ ഇരട്ടിയായി നിങ്ങൾക്ക് തിരിച്ചു നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനത്തിൽ ഇങ്ങനെ കാണാൻ കഴിയും. ഒരാൾ നല്ല സമ്പാദ്യത്തിൽ നിന്ന്, അയാൾ അധ്വാനിച്ചുണ്ടാക്കിയ നല്ല സമ്പാദ്യത്തിൽ നിന്ന് ഒരു കാരക്കക്ക് സമാനമായ എന്തുമാകട്ടെ, ഒരു കാരക്കക്ക് സമാനമായ എന്തെങ്കിലും ഒന്ന് ധർമ്മം ദാനം ചെയ്താൽ അള്ളാഹു സന്തോഷത്തോടെ തന്റെ വലത് കൈകൊണ്ടത് സ്വീകരിക്കുകയും പിന്നീട് നിങ്ങളിൽ ഒരാൾ അവന്റെ കുതിരക്കുട്ടിയെ വളർത്തുന്നത് പോലെ അവൻ ചെലവഴിച്ചതിനെ അള്ളാഹു അവന്റെ അടുക്കൽ പരലോകത്ത് അതിനെ വളർത്തുകയും അഥവാ അതിനെ വർദ്ധിപ്പിക്കുകയും പിന്നീട് ഇവൻ അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുന്ന സമയത്ത് അള്ളാഹു ആ വലിയ സമ്പാദ്യം അതൊരു പർവ്വതത്തോളം ഉണ്ടാകുമത്രേ, അത് അയാൾക്ക് നൽകുകയും ചെയ്യും എന്ന് പറഞ്ഞത് ഈ സൽക്കർമ്മങ്ങളിൽ നല്ല മനസ്സോടെ നല്ല കടം രൂപത്തിൽ ചെലവഴിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ സമ്പാദിക്കുവാൻ
പ്രചോദിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ വചനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവസാനത്തെ ആയത്ത് ആലിമുൽ ഗൈബി വശഹാദത്തിൽ അസീസുൽ ഹകീം. ഈ അവസാനത്തെ ആയത്തും അതിന് മുമ്പുള്ള ആയത്തിന്റെ അവസാനവും അള്ളാഹുവിന്റെ ചില സവിശേഷതകളാണ് പറയുന്നത്. അള്ളാഹു ഷക്കൂറാണ്, ഹലീമാണ് എന്ന് ഈ 17-ാമത്തെ ആയത്തിന്റെ അവസാനം പറഞ്ഞു. അള്ളാഹു ഷക്കൂറാണ്, നന്ദിയുള്ളവനാണ്, ഹലീമാണ്, അവൻ സഹനശീലനാണ് എന്ന് പറഞ്ഞു. അതൊക്കെ അള്ളാഹുവിന്റെ ഓരോ ക്വാളിറ്റിയാണ്, അവന്റെ സിഫാത്തുകളാണ്. മാത്രമല്ല അതിന്റെ അസ്മാ സിഫാത്തുകളിൽപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നതൊക്കെ. പിന്നെ അടുത്ത ആയത്തിൽ ആലിമുൽ ഗൈബ്, അവൻ അദൃശ്യങ്ങൾ അറിയുന്നവനാണ്. അതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. വശഹാദ, ദൃശ്യങ്ങളും എന്ന് പറഞ്ഞാൽ അള്ളാഹു നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയും. അതേപോലെ തന്നെ അവൻ ദൃശ്യങ്ങൾ അറിയുന്നവനാണ്, അദൃശ്യങ്ങൾ അറിയുന്നവനാണ്. നമ്മൾക്ക് ആർക്കും അറിയാത്ത നമ്മുടെ കാര്യങ്ങൾ, മറ്റൊരാളുടെ മനസ്സിനകത്തുള്ള കാര്യങ്ങൾ, ഈ പ്രപഞ്ചത്തിന്റെ സകല രഹസ്യങ്ങൾ, അതോടൊപ്പം നിങ്ങൾ ചെലവഴിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്തുള്ള ആ തഖ്വയും ആത്മാർത്ഥതയും എത്രയുണ്ട് എന്ന് കൃത്യമായി അറിയുന്നവൻ അള്ളാഹുവാണ്. അപ്പൊ ഇതൊക്കെ ഇത്തരം വിഷയങ്ങൾ പറഞ്ഞ ശേഷം അതിന്റെ അവസാനത്തിലാണ് അവൻ നന്ദിയുള്ളവനാണ് എന്ന് പറയുന്നത്. നിങ്ങൾ ചെലവഴിച്ചാൽ അവൻ എത്രയോ ഇരട്ടിയാക്കി നിങ്ങൾക്ക് നൽകും. മാത്രമല്ല യഗ്ഫിർ ലക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരികയും ചെയ്യും. അത് നന്ദിയുള്ളവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണല്ലോ. അത് അത്രക്കും അള്ളാഹു ഷക്കൂറാണ്, സഹനശീലന. നിങ്ങളതൊക്കെ ചെലവഴിച്ച് നിങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് ചെല്ലുന്നത് വരെ അവൻ എന്ത് ചെയ്യും? ഇതൊക്കെ നിങ്ങൾക്ക് വളർത്തി നിങ്ങൾക്ക് വേണ്ടി അവൻ അവിടെ തയ്യാറാക്കി വെക്കും. മാത്രമല്ല നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സിനകത്തുള്ള ആത്മാർത്ഥതയെയും അതിന്റെ ആ നീയത്തിനെയും ഒക്കെ അവൻ അറിയും എന്ന് മാത്രമല്ല അൽ അസീസുൽ ഹക്കീം, അതോടൊപ്പം അവൻ പ്രതാപിയാണ്, അതോടൊപ്പം അവൻ യുക്തിമാനുമാണ്. ഇതൊക്കെയും മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു എല്ലാം തികഞ്ഞവനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ മനുഷ്യനോട് പല കാര്യങ്ങളും പറഞ്ഞ ശേഷം അള്ളാഹുവിന്റെ വിശേഷണങ്ങളും അവന്റെ സവിശേഷതകളും മനുഷ്യനെ ഓർമ്മപ്പെടുത്തുക വഴി ആ ശക്തനായ പടച്ചവനിലേക്ക് മനുഷ്യന്റെ തിരിച്ചുപോക്കിനെ ഓർമ്മപ്പെടുത്തുകയും അതുകൊണ്ട് ഈ ലൗകിക ജീവിതത്തിൽ നിങ്ങൾ എന്തൊന്ന് ചെയ്താലും അവന്റെ അടുക്കൽ നിങ്ങൾ തിരിച്ചെത്തുമ്പോൾ എല്ലാം അവൻ നിങ്ങൾക്ക് വലിയ വർധനവോടുകൂടി തിരിച്ചു നൽകുമെന്ന ഒരു സന്ദേശം കൂടെ നൽകിക്കൊണ്ടാണ് അള്ളാഹു ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. ഇൻഷാ അള്ളാഹ് അടുത്ത ആഴ്ച പുതിയൊരു അധ്യായം നമുക്ക് ആരംഭിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.